രാജ്യത്തിനാകെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാമചന്ദ്രന്മാരുടെ കഥയാണ് ഇതിലൂടെ നാം ഓർക്കേണ്ടത്. സമാധാനകാംക്ഷികളായ ലോക സമൂഹം ഇതിനെതിരെ ഒരുമിച്ച് പോരാടുകയും ഇന്ത്യ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഇന്ത്യക്കാരായ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ വയനാട്ടിലെ ഇന്നലെ സന്ധ്യയ്ക്ക് ശേഷം അതിക്രൂരമായ വേദനാജനകമായ ഒരു മരണമാണ് ആനയുടെ ചവിട്ടേറ്റ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഭാര്യയും ആരും ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ കുറച്ചു കാലമായി ഈ ഒരു സ്ഥിതിവിശേഷത്തിന് അയവ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അതിൽ നിന്നും നേരെ വിഭിന്നമായി ഇന്നലെ ഉണ്ടായ സംഭവത്തെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അവിടെ 2 കുങ്കിയാനകളെയും മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള സജ്ജീകരണങ്ങളും ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക എന്താണെന്ന് മനസ്സിലാക്കി കൂടുതൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ കളക്ടർ 10 മണിക്ക് ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ നിന്നും ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങൾ ജാഗ്രതയോടുകൂടി തന്നെ ഈ പ്രശ്നങ്ങളെ കാണുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു അയവ് വന്നതായിരുന്നു, വീണ്ടും തിരിച്ചു പോവുകയാണോ എന്ന ആശങ്കയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഹോട്ട്സ്പോട്ടുകളിൽ കൂടുതൽ RRTകളെ നിയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.